രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണത്തിൻ്റെ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. നമ്മൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് യുവരാജ്യാഭിഷേകം നടത്താൻ ദശരഥ മഹാരാജാവ് എല്ലാ ജനങ്ങളെയും സാമന്തന്മാരെയും ഗുരുഭൂതന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി അവരോടൊത്ത് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതും തുടർന്ന് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടത്തുന്നതും അടുത്ത പുലരിയിൽ തന്നെ രാമന് അഭിഷേകം എന്ന് പ്രഖ്യാപിക്കുന്നതും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടു. എന്നിട്ട് രാമനെ ആ സഭയിലേക്ക് വിളിച്ചു വരുത്തി രാമനെ കാര്യങ്ങളെല്ലാം എല്ലാ ജനങ്ങളുടെയും അതേപോലെ ഗുരുക്കന്മാരുടെയും മുന്നിൽ വെച്ച് വിധിപ്രകാരം ദശരഥൻ അറിയിച്ചു. രാമൻ ഈ വൃത്താന്തം അമ്മയെ അറിയിക്കാനായിട്ട് അവിടെ നിന്ന് പോയി. ഈ അവസരത്തിൽ ദശരഥ മഹാരാജാവ് ആ സഭ അവിടെ നിന്നിട്ട് പിരിച്ചുവിട്ട് അദ്ദേഹം തൻ്റെ വിശ്രമ ഭവനത്തിലേക്ക് പോയി. നാട്ടിലെ എല്ലാവർക്കും ഉണ്ടായ സന്തോഷത്തിന് യാതൊരു അതിരുമില്ല. രാമന് അടുത്ത പുലരിയിൽ അഭിഷേകം എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് അയോധ്യ മുഴുവൻ അലങ്കരിക്കുകയാണ്. എല്ലാ പ്രകാരത്തിലും അയോധ്യയെ അലങ്കരിച്ച് അതിഗംഭീരമായിട്ടുള്ള ഉത്സവം എമ്പാടും ആഘോഷിക്കുന്നു. എന്ന് മാത്രമല്ല, വസിഷ്ഠ ഋഷിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് മന്ത്രിമാരും മറ്റെല്ലാ ഉദ്യോഗസ്ഥരും അതേപോലെ സൈനിക വൃന്ദങ്ങളും അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ളതായ പദാർത്ഥങ്ങളിൽ വിദൂരങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവരുന്നു. അവയെല്ലാം ഋഷി നിർദ്ദേശിച്ച പ്രകാരത്തിൽ അവിടെയെല്ലാം ഒരുക്കുന്നു. അങ്ങനെ അന്നേ ദിവസം അയോധ്യയ്ക്ക് ഉറക്കമില്ല. എമ്പാടും ഉത്സവ തിമിർപ്പ്, സമുദ്രം പോലെ ആ അയോധ്യാപുരി ഇളകി മറിയുകയായിരുന്നു, ഇരമ്പുകയായിരുന്നു. ഈ അവസരത്തിൽ ദശരഥൻ തൻ്റെ മുറിയിലേക്ക് അദ്ദേഹം ചെന്നിരുന്നു. അഥ അന്തർഗൃഹമാവിശ്യ രാജാ ദശരഥസ്തത. അന്തർഗൃഹത്തിലേക്ക്, തൻ്റെ വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ളതായ മുറിക്കുള്ളിലേക്ക് അദ്ദേഹം ചെന്നിരുന്നു. എന്നിട്ട്
അദ്ദേഹം അവിടെ തൻ്റെ സേവകനോട് പറഞ്ഞു, ശ്രീരാമചന്ദ്രന്റെ ഗൃഹത്തിലേക്ക് ചെന്ന് രാമനെ വിളിച്ചു കൊണ്ടുവരാൻ. ആ സേവകൻ വളരെ വേഗത്തിൽ രാമഭവനത്തിൽ എത്തിച്ചേർന്നു. ഉടൻ തന്നെ രാമന്റെ കൊട്ടാരത്തിന് മുമ്പിലുള്ളതായ ദ്വാരപാലകന്മാര് മഹാരാജാവായ ദശരഥന്റെ സന്ദേശവുമായിട്ട് ഇതാ ഒരു ദൂതൻ വന്നു നിൽക്കുന്നു എന്ന് രാമനെ അറിയിച്ചു. ദ്വാസ്തൈരാവേദിതം തസ്യ, ദ്വാസ്തന്മാര് അവിടെ നിൽക്കുന്നതായ കാവൽക്കാര് അവര് ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടിയിട്ട് ദശരഥന്റെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്താൽ ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നു എന്ന് അറിയിച്ചപ്പോഴേക്കും അത് കേട്ട രാമൻ ഉടനെ തന്നെ ശങ്കാന്വിതോ ഭവത്. എന്തുകൊണ്ടാണ് ഈ അവസരത്തില് ഇത്ര തിടുക്കത്തില് മഹാരാജാവ് എന്നെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? രാമൻ ചിന്തിച്ചുപോയി. അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ തിടുക്കത്തില് എന്നെ അവിടേക്ക് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വീണ്ടും വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? രാമൻ ഏതാനും നിമിഷങ്ങളിൽ ചിന്തിച്ചു പോയി. എന്നിട്ട് ആ ദൂതനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ദൂതൻ രാമന്റെ മുന്നിൽ ചെന്ന ദശരഥ മഹാരാജാവിന്റെ നിർദ്ദേശം വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശം അറിയിച്ചു. അത് കേട്ട നിമിഷത്തിൽ തന്നെ പ്രേവു രാജഭവനം പുനർദ്രഷ്ടും നരേശ്വരം, വീണ്ടും മഹാരാജാവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് രാജഭവനത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ വളരെ വേഗത്തിൽ പോയി. അപ്പോഴേക്കും അയോധ്യയിലെ ആ മാർഗങ്ങളിൽ നടക്കുന്നതായ ജനങ്ങളുടെ ഉത്സവാഘോഷങ്ങളെല്ലാം രാമൻ കാണുന്നുണ്ട്. അതിലൊന്നിലും ശ്രദ്ധ പതിപ്പിക്കാതെ വളരെ വേഗത്തിൽ അച്ഛന്റെ മുന്നിലേക്ക് രാമൻ ചെല്ലുന്നു. അച്ഛന്റെ കൊട്ടാരത്തിലെത്തി. അപ്പോഴേക്കും ആ ദ്വാസ്തന്മാര് അദ്ദേഹത്തെ ദശരഥന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നു. പ്രവിശന്നേവച ശ്രീമാൻ രാഘവോ ഭവനം വിദു ദദർശ പിതരം ദൂരാത് പ്രണിപത്യ കൃതാഞ്ജലി. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ദശരഥ മഹാരാജാവിനെ രാമൻ കണ്ടു, അങ്ങ് ദൂരെയായിട്ട്. അവിടെ വെച്ച് തന്നെ ദശരഥനെ അദ്ദേഹം വന്ദിച്ചു രാമൻ. എന്നിട്ട് ദശരഥന്റെ സമീപത്തെത്തിയിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കുകയും ചെയ്തു. തന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന രാമനെ പ്രണമന്തം തമുദ്ധാപ്യ, ആ രാമനെ ദശരഥ മഹാരാജാവ് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സംപരിഷ്വജ്യ ഭൂമിപ, യഥായോഗ്യം രാമനെ സ്നേഹത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്ത് രാമന്റെ മൂർധാവിൽ മുകർന്ന് പ്രതിഷ്ഠിച്ച ആസനം തസ്മൈ രാമം ച പുനരബ്രവീത്, ശ്രീരാമചന്ദ്രനെ ഇരിക്കാനുള്ളതായ ഇരിപ്പിടം മഹാരാജാവ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇരിക്കൂ എന്ന് കൽപ്പിച്ചു. രാമൻ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് അച്ഛൻ ഇരുന്നതിന് ശേഷം അച്ഛന്റെ മുന്നില് അച്ഛൻ കാണിച്ചതായ ഇരിപ്പിടത്തിൽ ഇരുന്നു ബഹുമാനത്തോടു കൂടിയിട്ട്. അങ്ങനെ രാമൻ ഇരുന്നു കഴിഞ്ഞപ്പോഴേക്കും മഹാരാജാവ് രാമനോട് പറഞ്ഞു, അല്ലയോ രാമ, നാളെ പുലരിയില് അഭിഷേകം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണങ്ങൾ അനേകമുണ്ട്. ആ പശ്ചാത്തലങ്ങളെല്ലാം നീ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വളരെ വേഗത്തിൽ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. നേരത്തെ നീ വരുമ്പോഴേക്കും അത് സഭയിലേക്കാണ്. എല്ലാവരും അവിടെയുണ്ട്. ഇപ്പോ നിന്നോട് വ്യക്തിപരമായിട്ട് നേരിട്ട് വേറെ ആരും അറിയാതെ പറയേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറയാനായിട്ട് നിന്നെ ഞാൻ വരുത്തി. എന്തുകൊണ്ടാ ഇങ്ങനെ പെട്ടെന്ന് രാമന് അഭിഷേകം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്? വിശേഷിച്ചും നാളെ പുലരിയിൽ അഭിഷേകം എന്നാണ് രാജാവിന്റെ പ്രഖ്യാപനം. രാമന്റെ അഭിഷേകം നടക്കുമ്പോഴേക്കും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ ആളുകളിൽ പ്രധാനികൾ ഇപ്പോഴവിടെ ഇല്ല.
ആരാ? ഭരതൻ, ശത്രുഘ്നൻ. രാമനെ യുവരാജാവായി കാണാനും അതേപോലെ തന്നെ രാമന്റെ സേവകരായിട്ട് പ്രവർത്തിക്കാനും കൊതിച്ച് കഴിയുന്ന ആളുകളാണ്, അനുജന്മാരാണ് അവർ രണ്ടുപേരും. മാതുലനോടൊപ്പം മുത്തച്ഛന്റെ നാട്ടിലേക്ക്, കേകയത്തേക്ക്, മുത്തച്ഛന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. അവർ അവിടെ സസുഖം വാഴുകയാണ്. എങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അയോധ്യയാണ്. ആ അയോധ്യയെ മറക്കാൻ അവർക്കാവില്ല. അതേപോലെ തന്നെ അയോധ്യ നിവാസികൾക്ക് ഭരതശത്രുഘ്നന്മാരെ മറക്കാനും ആവില്ല. അവരെ വരുത്തിയിട്ട് വേണമല്ലോ അഭിഷേകം. അവരതിൽ പങ്കെടുക്കാനുള്ളവരാണല്ലോ. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ ഇതാ സഭ വിളിച്ചു കൂട്ടുന്നു, തീരുമാനം വളരെ വേഗത്തിൽ കൈക്കൊള്ളുന്നു. അടുത്ത പുലരിയിൽ അഭിഷേകം.